അവിടെ ഒരു പ്രവർത്തകൻ പറഞ്ഞത് ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നത് മുഴുവൻ കീറിക്കളിയാണ്, ഞങ്ങൾ വെച്ച ബോർഡ് നശിപ്പിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യം ആണ് തെരഞ്ഞെടുപ്പെങ്കിലും ആ ജനാധിപത്യ അവകാശം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് LDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞത് ശരി തന്നെയാണ്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കള്ളവോട്ട് ചെയ്താലും ചെയ്തില്ല എന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ അതങ്ങനെയല്ലേ മാധ്യമങ്ങളോട് പറയും, ഞങ്ങളാരും ചെയ്തു എന്ന് ഒരാളും പറയില്ലല്ലോ. പയ്യന്നൂരിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ്റെ പ്രചാരണം പുരോഗമിക്കുകയാണ്. കുഞ്ഞികൃഷ്ണ അവസാന ലാപ്പിലേക്ക് പോവുകയാണ് പ്രചാരണം. എന്താണ് ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ, ആത്മവിശ്വാസം? ശുഭപ്രതീക്ഷയാണ്, നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് വളരെ ആവേശകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM വല്ലാത്ത വേവലാതിയിലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാനിപ്പോൾ ആണൂർ ഒരു സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് വരുന്നത്. അവിടെ ഒരു പ്രവർത്തകൻ പറഞ്ഞത് ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നത് മുഴുവൻ കീറിക്കളിയാണ്, ഞങ്ങൾ വെച്ച ബോർഡ് നശിപ്പിക്കുകയാണ്. അത് അവിടെ മാത്രം ഉണ്ടായൊരു സംഭവമല്ല, ഈ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യം ആണ് തെരഞ്ഞെടുപ്പെങ്കിലും ആ ജനാധിപത്യ അവകാശം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് LDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഈ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. താങ്കൾക്കും ആ രീതിയിലുള്ള ഏതെങ്കിലും ആരോപണമുണ്ടോ? ഉണ്ട്. അത് കൃത്യമായ തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉന്നയിക്കാത്തത്. KC വേണുഗോപാൽ പറഞ്ഞത് ശരി തന്നെയാണ്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണോ താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്? അത് ഒരു പ്രചാരണത്തിൽ ഒരു വിഷയമാക്കി മാറ്റുന്നുണ്ട്? ഉണ്ട്. പ്രചാരണത്തിലൊരു വിഷയമാക്കി മാറ്റുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുൻപും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ട രീതിയിൽ ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ള ഒരാളും ഇതറിയില്ല. അപ്പോൾ ആ നിലയിൽ തന്നെ ഇപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നത് ആ നിലയിൽ തന്നെയാണ്. പാർട്ടി ആകെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷേ ചില ആളുകളെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്, അവർ ഇത് ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹിത്വത്തിലുള്ളവർ തന്നെ അതിന് നേതൃത്വം നൽകുന്നതാണോ? നേതൃത്വത്തിലുള്ളവർ തന്നെയാണ് അത് ചെയ്യുന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും, കാരണം താങ്കൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാവില്ല. താങ്കൾ തന്നെയാണ് ഇങ്ങനെ ഒരു വിവരം KC വേണുഗോപാലിനോട് പങ്കുവെക്കുന്നത്. ആ രീതിയിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കുന്നത് താങ്കളാണ്, ഇൻപുട്ട് കൊടുക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് മിഷനറിക്ക് നേതൃത്വം കൊടുക്കുന്ന ചുരുക്കം ആളുകളുണ്ട്. അവർ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ സ്വകാര്യമായി ചില ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് മറ്റുള്ളവരറിയില്ല. അപ്പോൾ ആ നിലയിലാണ് പോകുന്നത്. അതായത് പാർട്ടിയുടെ ഉന്നത നേതൃത്വം അറിയില്ല. അത് ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. കീഴെയുള്ളവരറിയില്ല, അറിയില്ല ആരാ ഇത് ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതൊന്നും എല്ലാവരും അറിയില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു പാർട്ടി ഓഫീസിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല, അത് ഈ വ്യാജ പ്രചാരണമാണ് എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറി തന്നെ നൽകുന്നത്. അതെല്ലാ കാലത്തും അത് തന്നെ. കള്ളവോട്ട് ചെയ്താലും ചെയ്തില്ല എന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ അതങ്ങനെയല്ലേ മാധ്യമങ്ങളോട് പറയും, ഞങ്ങളാരും ചെയ്തു എന്ന് ഒരാളും പറയില്ലല്ലോ. അത്രയേ ഉള്ളൂ. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം സ്വരാജ് താങ്കളെക്കുറിച്ച് നടത്തിയൊരു പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരു കള്ളൻ ചോദിച്ചാൽ എന്തിനാണ് ഈ പാർട്ടിയുടെ കണക്ക് ഒക്കെ പുറത്തു പറയേണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? അല്ല, MV ഗോവിന്ദൻ മാഷ് മാധ്യമ സമ്മേളനം നടത്തുന്നത് ഒഴിവാക്കാനാണ് സ്വരാജിനെ ചുമതലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും അയാൾക്ക് ഉണ്ടാണ്ടേ.
അയാൾ മലപ്പുറംകാരനാണ്, ഞാൻ പയ്യന്നൂർക്കാരനാണ്. എന്നെക്കുറിച്ച് വ്യക്തിപരമായി ഒരു അറിവും അയാൾക്കില്ല. ആരോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പറയുകയാണ്. പയ്യന്നൂരിലെ ജനങ്ങളോട് ഞാൻ കള്ളനാണോ സത്യസന്ധനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു പരിപാടി പയ്യന്നൂരിൽ കുറച്ച് ദിവസം മുമ്പ് 3-4 ദിവസം മുമ്പ് നടന്നു. അതിൽ CPM-നെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ C. സത്യപാലനാണ് പങ്കെടുത്തത്. അയാൾ അതിൽ വിശദീകരിച്ചത് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സത്യസന്ധനായ ഒരാളെ തട്ടിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കി എന്നാണ് ആ ചർച്ചയിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള C. സത്യപാലൻ സൂചിപ്പിച്ചത്. ഈ സ്വരാജിൻ്റെ മാധ്യമ സമ്മേളനത്തിൽ തന്നെ ഒരിടത്ത് ഞാൻ നല്ലയാളാണ് എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ പറയുന്നത് ഞാൻ ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ വ്യാജ ആരോപണങ്ങൾ. ഇന്നലെ എൻ്റെ വീട്ടിന് മുമ്പിൽ P. ജയരാജൻ പങ്കെടുത്തുകൊണ്ടുള്ളൊരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു. ആ പൊതുസമ്മേളനത്തിൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ മറുപടി പറയുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ. അതിനൊക്കെ മറുപടി പറയും. ഏതായാലും മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാൻ, ഈ വ്യാജ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ എന്തെങ്കിലും പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, കാര്യമായ അന്വേഷണം നടത്തണം, ഇങ്ങനെ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഒബ്സർവറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു വിജയം തന്നെ ഇവിടെ ഉണ്ടാവും, ഒരു അട്ടിമറി വിജയം തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് വി. കുഞ്ഞികൃഷ്ണൻ ഉള്ളത്. അദ്ദേഹം ഒരു അട്ടിമറി വിജയം തന്നെ പയ്യന്നൂരിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് വി. കുഞ്ഞികൃഷ്ണൻ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.